الحمد لله الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മനസ്സിലാക്കിയുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് കരിപ്പാട്ടിയതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം ചൊല്ലുന്ന ആയത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കി വന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളത് മാലിക് യൗമിദ്ദീൻ ചൊല്ലുന്ന ആയത്തേക്ക്. ഈ ആയത്തിന്റെ വിഷയത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇതിൽ ഒന്നാമത്തെ അർത്ഥം മനസ്സിലാക്കാം. മാലിക് ഐതിക്കർ അല്ലാഹ്, ഏതൊര മാലിക് യൗമിദ്ദീൻ ഖിയാമത്ത് നാളെ അണ്ടത്തെ നാളെ മാലിക് ഐതിക്കറാന്ത്. ഇവിടെ ഈ ആയത്തില് നിങ്ങൾ എല്ലാം കണക്ട് ആക്കരെ ഒടുക്ക് നോക്കും. ഓടില് പിന്നെ ഇനി വേറെ ഒരു സ്റ്റെപ്പ് ഐതിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല കരിപ്പാട്ടത്. മാലിക് ഐത്തുല്ലെ, റഹീം ഐത്തുല്ലെ, റഹ്മാൻ ഐത്തുല്ലെ, റബ്ബുൽ ആലമീൻ ഐത്തുല്ലെ, അള്ളാഹു ഐതിക്കർ സർവസ്തുതിയും. ഇങ്ങനെ ഐതിക്കർ ഇപ്പൊ പോയൊന്നുമില്ല. സ്റ്റാർട്ടത്തെ ഐതിക്കർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഐതിക്കർ എല്ലാം ടച്ച് ചെയ്തുള്ളത്. അതായത് മാലിക്കായ, റഹീമായ, റഹ്മാനായ, റബ്ബുൽ ആലമീനായ അള്ളാഹു ഐതിക്കർ സർവസ്തുതിയും. അപ്പൊ ഈ അൽഹംദുലില്ലാഹ് അവിടുത്തെ പിന്നെ ഐതിക്കർ ഇതെല്ലാം ടച്ച് ചെയ്ത് കണക്ട് ചെയ്ത് ഐതിക്കർ പണ്ടത്. മാലിക് ഐത്തുല്ലെ, റഹീമായ, റഹ്മാനുമായ, റബ്ബുൽ ആലമീനായ ആ അള്ളാഹു ഐതിക്കർ എല്ലാ സ്തുതിയും. അപ്പൊ ഇതിനെ ഞങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ആക്കുക പൂർണ്ണമായിട്ട് കിട്ടുക കിട്ടല. അപ്പൊ എന്തായാലും ട്രാൻസ്ലേറ്റ് ചെന്നത് കുറെ മിതിയുണ്ട് ചൊല്ലേ, അത് ഐതിക്കർ മനസ്സിലാക്കൂലേ. അള്ളാഹു അതുകൊണ്ട് ഐതിക്കർ ഖുർആന്റെ അറബി ഭാഷ കടത്തിയത്. അറബി ഭാഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആന്റെ അവതീർണാക്കുള്ള കാരണം അത് ഐതിക്കർ. വേറെ ഒരു ഭാഷ കൊണ്ടെത്തും പൂർണ്ണമായിട്ടും നമുക്ക് വിശദീകരിച്ചു സാധ്യമില്ല. അത് വിശദീകരിക്കണം തായെങ്കിൽ അത്രമേ ഉദ്ധത്തിൽ പോകും. അതുകൊണ്ട് അവിടെ നേർക്ക് നോക്കുരൻ തായെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങ് ചൊന്നപ്പ സർവസ്തുതിയും റബ്ബുൽ ആലമീൻ ഐത്തുല്ലെ, അതേപോലെ അർറഹ്മാനും റഹീമായ മാലിക് യൗമിദ്ദീനായ അല്ലാഹു ഐതിക്കറന്ത്. ഇങ്ങനെ ഐതിക്കറങ്ങാതെ അർത്ഥം ഖുർആന്റെ ഈ സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിലും എല്ലാ സന്ദർഭത്തിലും ഓതുമ്പോ മനസ്സിക്ക് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഓർമ്മക്ക് ഇത്തിക്കറ് ആ സൂറത്തുൽ ഫാത്തിഹ യഥാർത്ഥമായിട്ടല്ലാതെ ആ തത്വാദർശ നിങ്ങൾക്ക് പിടിയാവരെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊല്ലുമ്പോ സർവസ്തുതിയും എല്ലാ സ്തുതി എന്തെല്ലാം ഉണ്ട് എല്ലാ ഹംദും അല്ലാഹു ഐതിക്കറ്. ആരെ ഐതിക്കർ? അല്ലാഹ് റബ്ബുൽ ആലമീൻ ഐതിക്കറ. അർറഹ്മാനു റഹീം ചൊല്ലുമ്പോ ആ റഹ്മാനും റഹീം ഐത്തുൽ അല്ലാഹു ഐതിക്കറ് സർവസ്തുതിയും. അതേപോലെ മാലിക് യൗമിദ്ദീൻ ഖിയാമത്ത് നാളെ അണ്ടത്തെ നാളെ മാലിക് ഐത്തുൽ അല്ലാഹു ഐതിക്കറ. ഇവിടെ മാലിക് യൗമിദ്ദീൻ ചൊല്ലുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കൂലേ, യൗമുദ്ദീൻ അദ്ദീൻ ചൊല്ലുമ്പോ അൽ ജസാ ചൊല്ലുള്ള അർത്ഥമുണ്ട്, പ്രതിഫലത്തെ നാള്. അതായത് പരലോകത്തെ വിഷയത്തിൽ ഐതിക്കറ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തതായി പാട്ടത്. അവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്ന വിഷയത്തിക്കറ് രണ്ട് ഖിറാഅത്ത് ഐതിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്തു വഹീന മുഖാന്തര നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്ന് മാലിക് ചൊല്ലുള്ളത്, പിന്നൊന്ന് മലിക് ചൊല്ലുള്ളത്. രണ്ടും സ്ഥിരപ്പെട്ടത് ഐതിക്കർ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ക്രോഡീകരിക്കുന്ന സന്ദർഭത്തിൽ ഈ ഖിറാഅത്ത് മാത്രം ഐതിക്കർ വെച്ചത്. ഏത്? മാലിക് ചൊല്ലൽ. അപ്പൊ എല്ലാവരും ഇപ്പോൾ എല്ലാ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും ഈ ഖിറാഅത്ത് കൊണ്ട് ഓതിന് കൊണ്ടെത്തും. ഞങ്ങളെ മുസ്ഹഫിൽ എങ്ങനെയുള്ള അങ്ങനെ ഓതനൈത്ത് പറഞ്ഞു. അപ്പൊ എന്നൊന്ന് ഓതിരുന്നത് തപ്പും ചൊല്ലുകാവില്ല. ആയെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ഇതിലുള്ളത് മാലിക് ആയതുകൊണ്ട് അങ്ങനെ ഓതണം. അപ്പൊ രണ്ടും സമയത്തിക്കറ്. അപ്പൊ മാലിക്കും മലിക്കര് എന്തൈത്തിക്കർ വ്യത്യാസം? ഈ നിരീശ്വരവാദിമാരല്ല അതൈത്തിക്കർ കൊമണ്ട്. ഇങ്ങനെ ഖുർആനിൽ ചേഞ്ച് ഉണ്ടായിരുന്നു. മാലിക് യൗമിദ്ദീൻ അല്ല, മലിക് യൗമിദ്ദീനും ഉണ്ടോ. അപ്പൊ ഖുർആൻ ചണ്ടയിത്തില്ലേ? ഖുർആൻ ചണ്ടയിത്തില്ല. അത് അള്ളാഹു ഐതിക്കർ അവതീർണാക്കിയത്. നിങ്ങൾക്ക് എഴുതിക്കോർ 10 ഖിറാഅത്ത് ചൊല്ലുന്നത്. ഖുർആന്റെ ഖിറാഅത്തിൽ ചില പദത്തിലുള്ള ചേഞ്ച്. ഇപ്പൊ യൂട്യൂബിൽ അടിച്ചു നോക്കി ചില കാര്യമാരെ വേറെ ഖിറാഅത്ത് ഐതിക്കറത്. അപ്പൊ നോക്കിയത് തപ്പു ചൊല്ലണ്ട. അതിന്റെ ഖിറാഅത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ಅಂತ നബിക്ക് ചിലപ്പോ മാലിക് യൗമിദ്ദീൻ ചൊല്ല് കൊടുക്കും, ചിലപ്പോ മലിക് യൗമിദ്ദീൻ ചൊല്ല് കൊടുക്കും. അപ്പൊ ആരിൽ എന്ത് ഐതിക്കർ കിട്ടിയത്? അള്ളാഹുവിൽ നിന്ന് വഹീ കിട്ടിയത്.
അപ്പൊ അത് എന്തൊക്കെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ പ്രത്യേകത എത്തിക്കുന്ന അരിപ്പാട്ട്. ഖുർആന്റെ പ്രത്യേകത എത്തിക്കുന്ന അങ്ങനത്തെ തിലാവത്തുണ്ട് ചൊത്തുള്ളത്. അപ്പൊ പല തിലാവത്തും ഖിറാഅത്തും നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ ഈ മാലിക് യൗമിദ്ദീൻ എന്നെങ്കും മലിക് യൗമിദ്ദീൻ എന്നെങ്കും എന്താ എത്തിക്കുന്ന വ്യത്യാസം എന്തെങ്കിലും മനസ്സിലാക്കാം. മാലിക് ചൊന്നെങ്കിൽ ഒടയാ ചൊന്തല അർത്ഥത്തിൽ എത്തിക്കറുണ്ട്. മാലിക് എത്തിക്കറത്ത് മലിക്ക് ചൊല്ലുമ്പോ രാജാവ് ചൊന്തല അർത്ഥത്തിൽ എത്തിക്കറുണ്ട്. അപ്പോൾ രണ്ടർത്ഥം എന്ത് കയറ്റിക്കലമാക്കന്മാർ കൊടുത്തിച്ചെന്നെങ്കിൽ പ്രത്യേകമായിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ചൊല്ലരെ കാണാം. ലിഅന്ന മിനൽ ഖൽഖി മൻ യകൂനു മലിക്കൻ, മനുഷ്യന്മാരിൽ വെച്ചിട്ട് ചില ആൾമാർ മലിക് എത്തിക്കറാർ, അതായത് രാജാവ് എത്തിക്കറാർ. വലാകിൻ ലൈസ ബി മാലിക്കൻ, ആയെങ്ക ആ വ്യക്തി മാലിക് എത്തിക്കല ഒടേ എത്തിക്കലാണ്. രാജ എത്തിക്കും, കൺട്രോളിംഗ് പവറുള്ള വേറെ കയ്യിൽ എത്തിക്കും. റിയലൊരു പേര് ഒരു രാജാവ് എത്തിക്കുന്ന നിന്റെ തിക്കും, അങ്ങനെ ആവും സാധ്യത ഉണ്ട്. യുസമ്മ മലിക്കൻ വലൈസ ലഹു മിനത് തദ്ബീർ ശൈഉൻ. ചിലപ്പോ ചില ആൾമാർ മലിക്ക് ചൊത്തുള്ള രാജാവ് ചൊത്തുള്ള പേരിൽ അറിയപ്പെട്ടിരിക്കുവാർ. അങ്ങനട്ടി എന്തില്ല ഒരു കൺട്രോളിംഗ്. ഒമിനൻ നാസി മൻ യകൂനു മാലിക്കൻ, മനുഷ്യന്മാരിൽ ചില ആൾമാർ മാലിക് എത്തിക്കുവാർ, ഒടയാ ചൊത്തുള്ള ആ സ്ഥാനത്തിരിക്കുവാർ. അങ്ങനെ ഇതിൽ എന്തിക്കില്ല പ്രത്യേകമായിട്ടുള്ള ഒരു രാജ്യത്തെ അവർ സ്ഥാനം ഇക്കല അങ്ങനെ കൺട്രോളിംഗ് പവർ. ഇപ്പൊ സാധാരണ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ ഉത്തര ഞങ്ങൾ എന്താ ഇത്തിക്കറ, ഞങ്ങളെ ഉത്തര മാലിക് ഇത്തിക്കറ. അതിനർത്ഥം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള എല്ലാ കൺട്രോൾ ഉണ്ടാ ഇല്ല. ഞങ്ങൾക്ക് ലോകത്തിലുള്ള ചിലപ്പോ ഞങ്ങൾക്ക് ഉത്തര നിയന്ത്രണിക്കാവും. ഞങ്ങൾ രാജാവായിട്ടുള്ള ഇല്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനല്ല, പൂർണ്ണമായിത്തിക്രാന്ത്. അള്ളാഹു പൂർണ്ണമായിത്തിക്രാന്ത്. മാലിക്കും ഒക്കു മലിക്കും ഒക്കു ചൊത്തലർത്ഥ. അപ്പൊ ഞങ്ങൾ ഖിറാഅത്തുൽ മാലിക് ആയത് കൊണ്ടുത്തു ഞങ്ങൾ അങ്ങനെ ഓതോട് ചൊത്തില്ലത്. അതുപോലെ രണ്ടാമത്തെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലരെ ഈ മാലിക് ചൊത്തുള്ള പേരൊട്ടിക ഞങ്ങൾക്ക് കിട്ടതായ ഒരു വിഷയത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആലരെ സിഫത്ത് കൂടി ഉണ്ട്. ഏത് പേരിൽ നിന്നും അള്ളാഹുരെ സിഫത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കൊണ്ട് ചൊത്തയിത്തിക്കറ് ഉലമാക്കന്മാർ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് അരിപ്പാട്ടെ കാണാം. അവിടെ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിയുകയുള്ള വിഷയത്തിക്കറ് വമിനൽ ഈമാനി ബില്ലാഹ്, അള്ളാഹുലുള്ള ഈമാനിൽ വെച്ചതൈത്തിക്കറ് എന്തായിത്തിക്കറ് അൽ ഈമാനു ബിമാ വസഫ ബിഹി നഫ്സഹു ഫി കിതാബിഹി വവസഫഹു ബിഹി റസൂലുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തിക്ക് എന്തെല്ലാം പേരുണ്ട് ചൊത്തും സിഫത്തുണ്ട് ചൊത്തും അള്ളാഹു വിശേഷിപ്പിച്ചാണ് അതിന് കിതാബിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തരം അരിപ്പാട്ടിയത്. അത് അതുപോലും ഞങ്ങൾ അംഗീകരിക്കും. ഇപ്പൊ എത്ര പേരായിട്ട് ഞങ്ങൾ പഠിച്ചത്? അള്ളാഹു ചൊത്തുള്ള പേരുണ്ട്, അർ-റഹ്മാൻ ചൊത്തുള്ള പേരുണ്ട്, അർ-റഹീം ചൊത്തുള്ള പേരുണ്ട്. അതേപോലെ അൽ ഹംദ്, ഹംദ് ചൊല്ലുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ ഹമീദ് ചൊത്തുള്ള പേരുണ്ട്. അതേപോലെ ഇപ്പൊ നാമതായിട്ട് മനസ്സിലാക്കുന്നത് മാലിക് ചൊത്തുള്ള പേര്, അതേപോലെ മലിക് ചൊത്തുള്ള പേരും 6 പേര്. ഉടമേ രണ്ട് 3 അല്ലാഹു സുബ്ഹാനഹു വ തആല 6 പേര് നിങ്ങൾക്ക് മനസ്സിലാക്കി. ഖുർആൻ ഏകദേശം എന്ന് നോക്കുമ്പോൾ എത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് നടുവിൽ ഇട്ടുതണ്ട അല്ല ഇന്റർ കണക്റ്റഡ് ആയിത്തിക്കർ ಇನ್ನೊಂದು ಕನೆಕ್ಟ್ ಆಯ್ತುള്ള ರೂಪದಲ್ಲಿ ಐತಿಕರೆ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ എല്ലാ പേരും നമുക്ക് അരിപ്പാട്ടി ചൊത്ത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം ಐತಿಕರೆ. അപ്പൊ ഇവിടെ നമുക്ക് അറിയുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലിക് യൗമിദ്ദീൻ ഖിയാമത്ത് നാളിന്റെ മാലിക് ചൊല്ലുമ്പത്തേക്ക് അവിടെ ഉലമാക്കന്മാർ പടപ്പാട്ടത് ಐತಿಕರೆ ഇസ്ബാത്തുൽ ബഅസി വൽ ജസാ. ബഅസ് ഖിയാമത്ത് നാൾ പരലോക ഉണ്ട് ചൊത്തുള്ളത് ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിന്റെ ಮಾಲಿಕ್ ಅಂತ ಚೊಲಂಬತ್ತಿಗೆ ಎಂದ್ರ ಮನ್ಸಲೈತು ಪರಲೋಗ ಉಂಡು ಚೊಂತುಲದ್ ನಂಗೆ ವ್ಯಕ್ತಮೈತು ಚೊಂತ ಐತಿಕರು ಉಲಮಾಕಮಾರ್ ನಂಗೆ ಕರಿಪಾಟ್ರು. ಅವ ಪರಲೋಗ ಉಂಡು ಚೊಂತುಲ ಸಂಶಯಿಕ್ಕೋ ಇಲ್ಲ, ಅವ ವ್ಯಕ್ತಮೈತು ಕಟ್ಟಿತಂತು ಕೂಡ ಐತಿಕರ್ ನಂಗೆ ಮನ್ಸಲಾಕೊಲ್ಲೆ ಪ್ರಧಾನಮೈತಲು ವಿಷಯ ಆಯ್ತು ನಿಂತು ಅದರೊಟ್ಟಿಗೆ ಚೊತ್ತಿದ್ದೆ. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಮುಖಾಂತರ ಖುದ್ಸಿಯಾಯ ಹದೀಸಲ್ಲಿ ಅರಿಪಾಟಿದ ಐತಿಕರು ಎಂದೈತಿಕರು ഖസംതു സ്വലാത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ. നന്റെ ഈ സൂറത്തുൽ ഫാത്തിഹത്തെ ನಾನು ಜಂಡ ಹಾಕ್ಯಾಂತ. അത് ഏതൈത്തിക്കറ് ജണ്ട്? ഒന്നാമത്തത് ഊർത്തോളാകുമ്പോ ഒന്നാമത്തെ പാട്ടിപ്പത്തിന്തു ഒന്ന് നക്കുല്ലത് അള്ളാഹു ചൊന്തല്ലേ, അതായത് അള്ളാഹു ഒരു ഹംദാക്കറിനങ്ങ മാലിക് യൗമിദ്ദീനായ അതേപോലെ റഹീമായ റഹ്മാനായ റബ്ബുൽ ആലമീനായ അള്ളാഹു കൈത്തിക്കറ് സർവസ്തുതി ഇങ്ങനെ ചൊല്ലുമ്പോ ഇത് അള്ളാഹു ചൊല്ലേ ബൈനി വ ബൈന അബ്ദി നന്റും നന്റെ അടിമരടൽ ജണ്ടാക്കിരാന്ത്. അപ്പൊ ഒരു ഭാഗ നക്കുല്ലത് ಐತಿക്കറ് വലിയ അബ്ദി, അതേപോലെ എന്നൊന്നു നന്റെ അബ്ദ് അടിമ കൊല്ലത്. അപ്പൊ ഈ ഭാഗ ഇത്തര ഭാഗ അള്ളാഹു കൊല്ലത്. അള്ളാഹുവിനെ പ്രശംസനം, അള്ളാഹുവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല 6 ചൊന്തിൽ ഞങ്ങൾ അരിപ്പാടി. ഇനി രണ്ടാമത്തെ ഭാഗത്ത് പ്രത്യേകമായി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ചൊല്ലിട്ട് കാണാം എന്ത് കുല്ലുഹാ ഹഖ്ഖുൻ ലില്ലാഹി. ഇതെല്ലാം ഇത്തരനാരെ ഓതിയതെല്ലാം ഈ മാലിക് യൗമിദ്ദീൻ തോലുള്ളത് എല്ലാം അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടതുള്ളത് ഐതിക്കറ്. ഇനി പിന്നെ ചൊല്ലുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ചൊല്ലുന്നതാവട്ടു അത് നടുൽ ഐതിക്കറ്.
അതില് അള്ളാഹുർ ദൈത്വമുണ്ടും നമ്മ അടിമമാർ ഗൈത്തുള്ളതുണ്ടും അതിൽ പിന്നെ പണ്ടിത് ഹിദിന സിറാത്തുൽ മുസ്തഖീം ചൊത്തിൽ അതിൽ ലാസ്റ്റ് തോന്നുന്നതെല്ലാം അടിമർ ദൈത്തിക്கிறது അടിമവൈത്ത് താലൂക്കായിട്ട് ബന്ധപ്പെട്ടതുള്ള ദൈത്തിക്കുന്നത് അത് എന്ത് ചൊന്നങ്ങ് മനസ്സിലാക്കുകൊണ്ട് അപ്പോൾ ജണ്ടാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹത്തെ അരിപ്പാട്ടി ചൊത്ത് അതൈത്തിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കൂല്ലേ അതൊട്ടിക്ക് പ്രധാനമായിട്ടും എല്ലാ ആയത്തിലോട് നിങ്ങൾക്ക് സാധാരണങ്ങളിലുള്ള ഖുർആനിലെല്ലാം ഈ അലിഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നിങ്ങൾക്ക് നിർബന്ധമായിട്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുകൊണ്ട് ഇപ്പൊ അൽഹംദുലില്ലാ ചൊല്ലുമ്പോൾ അവിടെ ഒരു അലിഫ് കാണാം അത് ഈ ഖുർആൻ അല്ലാത്ത ഈ പ്രിന്റ് അല്ലാത്ത ഈ പാകിസ്ഥാനി പ്രിന്റ് അല്ലാത്ത ഇപ്പൊ അങ്ങനത്തെ പ്രിന്റ് അല്ല നിങ്ങളുടെ കയ്യിലുള്ള പ്രിന്റ് കേട്ടോ ആ പ്രിന്റിലുള്ള എന്ത് വെച്ചെങ്കിൽ ഇവിടെ ആ അലിഫ് സ്റ്റാർട്ടർ അലിഫറോടെ വേറെമേ ഒരു ടൈപ്പുള്ള ഒരു ഫത്ത പോലത്തേക്ക് ഇപ്പൊ ഞങ്ങൾ ഫത്ത കെസർ ലൊമ്മോ സുക്കൂന്ന് കണ്ടു നിൽക്കുക അതല്ലാത്ത വേറെമേ ഒരു ടൈപ്പ് ഒരു ഷേപ്പ് പോലെ സ്വാദ് പോലെ ഒരു ചെറിയ സ്വാദ് വലിക്കുക അർ-റഹ്മാനു റഹീം ചൊല്ലുമ്പോൾ അതേപോലെ ഉണ്ട് റബ്ബുൽ ആലമീൻ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് അലിഫലും അതേപോലെ അദ്ദീന് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം പിന്നെ ഇയ്യാക നഅ്ബുദു അതിലവിടില്ല അതിൽ പിന്നത്തെ അസ്സിറാത്തുൽ മുസ്തഖീം ചൊല്ലിലൂടെ അസ്സിറാത്തോടും മുസ്തഖീമറോടും കാണാം അപ്പൊ ഇങ്ങനത്തതല്ല എന്തിരൈത്തിക്കറ് എന്ത് അത് പ്രത്യേകത എന്തിരെ അത് എന്ത് കൊല്ലത് ചൊത്തുള്ളത് അങ്ങ് നിർബന്ധമായി അറിയാമായി തിക്കറ് ജോയിന്റ് ആക്കിയത് ഖുർആന്റെ ഓതകു സാധിക്കറ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഫ്ലോയിൽ പോയി ഒന്നില്ല ആയെങ്കിൽ അൽഹംദുലില്ലാഹ് ഖിറാത്ത് കേട്ട് കൊണ്ട് നിങ്ങൾ കറക്റ്റ് ഓതിയല്ല ആ റൂൾസ് പിടിയാ എന്താ നിങ്ങൾക്ക് ഒന്നുകൂടി റാഹത്തിൽ ഓതകു സാധിക്കും ഇൻഷാ അല്ലാഹ് അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു ഖിറാത്ത് കേൾക്കാത്ത നിങ്ങൾക്ക് സ്വന്തം ഇത് ഓതകൊല്ലേ ഒരു ഗ്രിപ്പ് കിട്ടുന്ന പോലെ അവരുടെ തിക്രി തോന്നും അത് ഹുറൂഫു ഷംസിയ ഹുറൂഫുൽ ഖമരിയ അതൊട്ടിಗೆ കണക്ട് ആയിട്ട് ബർമക്ക് ഇപ്പൊ ചില ജാഗത്തങ്ങ ഈ അലിഫ് ലാം ഓതും അല്ലാഹ് ചൊന്ത് ഓതിയ അല്ലാഹ് ചൊന്തുള്ള പേര് അതേപോലെ അൽ ഖമർ ചൊന്തുള്ളത് അതേപോലെ അർ റസൂൽ ചൊന്തുള്ളത് ഇവിടെ നോക്കൂ ഇതിൽ ഫസ്റ്റ് അൽ ഖമറും അർ റസൂൽ ചൊല്ലുമ്പോൾ രണ്ടിലും അലിഫ് ലാം ഉണ്ട് അങ്ങ അൽ ഖമർ ചൊന്തോതുമ്പോൾ നിങ്ങൾ ലാമുക്ക് സുക്കൂനുണ്ട് അൽ ഖമർ ചൊന്ന അർ റസൂൽ ചൊല്ലുമ്പോൾ അവിടെ അലിഫ് ലാം നടുലുണ്ട് അതിനെ വിട്ടു തിന്നങ്ങ ഡയറക്റ്റ് റോക്ക് പോയ അർ റസൂൽ ചില ജാഗത്ത് നോക്കൂ അഷംസ് സൂറത്ത് ഷംസ് കേട്ടില്ല അഷംസ് അവിടെ നിങ്ങൾ അഷംസ് എന്ത് ചെയ്യില്ല അതിൽ അലിഫ് ലാം ഉണ്ടല്ലേ അൽ ഷംസ് എന്ത് ചൊല്ലില്ല ഞങ്ങളെ ഓദ്യമില്ല നിങ്ങൾക്ക് പിടിയില്ല നിയമം നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അരിപ്പാടി തന്നറ ഇനി പിടിയായത്തെ ഒന്നുകൂടി ക്ലിയർ ആവും അഷംസ് ചൊല്ല ഓരോ സൂറത്തിന്റെ പേരെടുത്ത് നോക്കി അൽ ഫാത്തിഹ അവിടെ അൽ ചൊല്ല അപ്പുറത്ത് അഷംസിനോട് അൽ ചൊന്തില്ല ഡയറക്റ്റ് ഷീനിക്ക് ജമ്പായ അപ്പൊ അത് കാരണം എന്തിനാ ചൊത്തുള്ളത് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഒന്നുകൂടി നിങ്ങൾക്ക് ഓതുമ്പോൾ ഖിറാഅത്തിൽ റാഹത്തും സമാധാനം ഉണ്ടാവും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹുവിന്റെ ഖുർആനെ നല്ല രൂപത്തിൽ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ എല്ലാ സന്ദർഭത്തിലും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ ഇവിടെ കൂടിയതുപോലെ നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും കുടുംബത്തൊട്ടിക കൂടുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു